നമസ്കാരം. ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ അധികാരത്തിലെത്തിയ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന UDF ഭരണപക്ഷത്തെത്തുമ്പോഴെങ്കിലും അവർ നന്നാകും എന്നാണ് ജനം കരുതിയത്. പക്ഷേ സതീശന്റെ നേതൃത്വത്തിലുള്ള UDF ഞങ്ങൾ പഴയ UDF തന്നെയാണെന്ന് നമ്മളെ കാണിച്ചു തരികയാണ്. ഒരു ഭാഗത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന LDF സർക്കാർ നടപ്പിലാക്കിയിരുന്ന പദ്ധതികളൊക്കെ തന്നെ നിർത്തലാക്കുന്നു. അതായത് ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികളൊക്കെ ഇനി ഇല്ല എന്ന് ഈ സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. അത് ഏറെ നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു പ്രഖ്യാപനം എന്ന് മാത്രമേ അതിനെ പറയാൻ പറ്റുകയുള്ളൂ. ഈ ലൈഫ് പദ്ധതിയൊക്കെ ആരെയാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്? പാവപ്പെട്ട ജനങ്ങളെയാണ്. ഏറ്റവും താഴെത്തട്ടിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒന്നായിരുന്നു. അതൊക്കെ നിർത്തലാക്കുകയാണ്. മറുഭാഗത്ത് എന്താണ്? അതായത് ദളിത് സമൂഹത്തിനെ വേട്ടയാടുകയാണ്. നമ്മൾ പാരിയത്തുകാവിൽ എന്താണ് കണ്ടത്? പാരിയത്തുകാവിൽ അതായത് ജനിച്ച മണ്ണിൽ ജീവിക്കാൻ വേണ്ടി, അന്തി ഉറങ്ങാൻ വേണ്ടി അവിടെ ഒരു 8ഓളം കുടുംബങ്ങൾ സമരം ചെയ്യുകയാണ്. ആ സമരപ്പന്തലിന് നേരെ UDFന്റെ സർക്കാർ കുടിയൊഴിപ്പിക്കൽ എന്ന പേരിൽ ആ പട്ടികജാതി ഉന്നതിയിൽ കയറി വലിയ നരനായാട്ട് നടത്തുന്നു. ആ ദളിതരായിട്ടുള്ള ആളുകളെയൊക്കെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. അതിൽ അമ്മമാരുണ്ട്, കുട്ടികളുണ്ട്, വയോധികരുണ്ട്, പല ശാരീരിക പ്രശ്നമുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ കൂട്ടമായിട്ട് മർദ്ദിക്കുകയാണ്. എന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ആ കുടുംബത്തിനോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയാൻ നമ്മുടെ ഈ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. VD സതീശനിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതൊക്കെയാണ്. പക്ഷേ ജനക്ഷേമ പദ്ധതികളൊക്കെ നിർത്തലാക്കുന്നു. ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള പാവപ്പെട്ട ജനങ്ങളെ, സമരം ചെയ്യുന്ന ജനങ്ങളെ പോലീസിനെ വെച്ച് അടിച്ചമർത്തുന്നു. ഇപ്പോ ഈ വിഷയത്തിൽ ഒരു അപ്ഡേഷൻ ഉണ്ടായിരിക്കുന്നത്, അതായത് VD സതീശൻ മന്ത്രി റോജി എം ജോണിന് ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നു, ആ പ്രദേശവാസികളുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടത് എങ്ങനെയാണ്? ആ പാരിയത്തുകാവിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സമരത്തിന്റെ മുന്നിൽ നിൽക്കാൻ വരുന്നു എന്ന ഇൻഫർമേഷൻ കിട്ടുമ്പോഴാണ്, പണിപാടും പിണറായി വിജയൻ എത്തിയിട്ടുണ്ടെങ്കിൽ VD സതീശനെ സഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മലർത്തിയടിക്കുമെന്ന് ഭയക്കുമ്പോഴാണ് അവരെ ഒന്ന് അനുനയിപ്പിക്കാൻ വേണ്ടി, ആ പ്രദേശവാസികളെ ഒന്ന് സോപ്പിടാൻ വേണ്ടി VD സതീശൻ ഈ തന്ത്രം പയറ്റുന്നത് പോലും. എന്തായാലും നാളെ വീണ്ടും അഡ്വക്കേറ്റ് കമ്മീഷനും ഈ പോലീസും ഒക്കെ എത്താൻ പോവുകയാണ്. അപ്പോഴും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ്സുകാരെ അല്ല, അവിടെ മുൻ MLA PV ശ്രീനിജനെയും അതുപോലെ തന്നെ അവിടെയുള്ള സഖാക്കളെയും മാത്രമാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുമ്പോഴും ഒന്ന് ആ പോലീസിനെ പിടിച്ചു മാറ്റാനോ, അല്ലെങ്കിൽ പോലീസിനോട് അത്തരത്തിലുള്ള ആക്രമണം നടത്തരുതെന്ന് പറയാനോ അവിടുത്തെ MLA ആയിട്ടുള്ള VP സജീന്ദ്രനെ പോലും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പോലും ആ വിഷയത്തിൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആ പ്രദേശത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഇപ്പോഴും സജീവമായി തന്നെ ഇടതുപക്ഷമുണ്ട്. അവിടെ ഒന്ന് മാറിയാൽ പോലീസ് ഇവരെ മർദ്ദിക്കുമോ എന്ന് ഭയന്നിട്ട് തന്നെയാണ് ഊണും ഉറക്കവും ഒക്കെ മാറ്റിവെച്ച് സഖാക്കൾ അവിടെ 24 hours അവിടെ ആ സമരപ്പന്തലിരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രിയോട് നമ്മുടെ MP രാജേഷിന് ചിലതൊക്കെ പറയാനുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, പാരിയത്തുകാവിലെ വിഷയവുമായി ബന്ധപ്പെട്ട് MP രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റ്, അത് ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്: പാരിയത്തുകാവിലെ പുതുയുഗ പിറവി പുതിയ മുഖ്യമന്ത്രിയായി ശ്രീ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ സ്ഥാനാരോഹണം ചെയ്തതിന്റെ 3ാം നാളാണ് എറണാകുളം പാരിയത്തുകാവിലെ ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ പോലീസ് വേട്ടക്കിറങ്ങിയത്. പൊതുജീവിതത്തിൽ 62 വയസ്സുവരെ ഉപയോഗിച്ചു പഴകിയ പേര് പോരാ മുഖ്യമന്ത്രിയാകാൻ എന്ന് നെഹ്റുവിയൻ ലെഫ്റ്റിന് ഉൾവിളിയുണ്ടായി. യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ തനി സ്വരൂപം ദളിത് ജനതയോട് എടുക്കാൻ ഇതാണ് പറ്റിയ സമയമെന്ന് പോലീസിനും തോന്നി. ഇടതുപക്ഷ ഭരണത്തിലും കോടതി വിധി ഉണ്ടായിരുന്നു. അന്നൊന്നും പാരിയത്തുകാവിൽ പോലീസ് ഇങ്ങനെ പെരുമാറാൻ ധൈര്യപ്പെട്ടിട്ടില്ല. വളരെ ക്ഷമാപൂർവവും മാനുഷിക പരിഗണനയോടെയുമാണ് LDF സർക്കാർ ആ പ്രശ്നം കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് പോലീസും അതിരുവിട്ടിരുന്നില്ല. ഭരണമാറ്റം സൃഷ്ടിച്ച പുതുയുഗ പിറവി ഇത്ര വേഗം അനുഭവവേദ്യമാകുമെന്ന് ആരും കരുതിയിട്ടുണ്ടാകില്ല. അശരണരായ സ്ത്രീകളുടെയും കുട്ടികളുടെയും കൂട്ട നിലവിളികൾ കേട്ടാണ് ഭരണമാറ്റത്തിന്റെ പുതുയുഗം ആരംഭിക്കുന്നത്. നിയമത്തിന്റെ ഹൃദയശൂന്യമായ സാങ്കേതികത്വത്തിന് ഉപരിയായി നീതിയുടെ മാനുഷിക പരിഗണനയുള്ള ഒരു സർക്കാർ മുമ്പ് ഈ പ്രശ്നം കൈകാര്യം ചെയ്തതിന്റെ പാഠം ഉൾക്കൊള്ളാൻ UDF സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്. അല്ലാതെ 10 വർഷത്തെ അധികാര വരൾച്ചയ്ക്ക് ശേഷം ഭരണം പിടിച്ചതിന്റെ രാഷ്ട്രീയ വെറി പാവപ്പെട്ടവരോട് തീർക്കുകയല്ല. എവിടെ സത്വവാദികൾ, എവിടെ ജമാഅത്ത് ഇസ്ലാമി? ഞങ്ങളാണ് ഈ സർക്കാരിനെ അധികാരത്തിലേറ്റിയതെന്ന രക്ഷാകർത്ത ഭാവത്തിൽ സത്യപ്രതിജ്ഞക്കെത്തിയ ജമാഅത്ത് തലവൻ പ്രതികരിച്ചോ? പാരിയത്തുകാവിലെ പുതിയുഗ പിറവിയെ ഇരുട്ടുമുറിയിൽ വിചാരണ ചെയ്തോ? എത്ര മുഖപ്രസംഗങ്ങളുണ്ടായി, എത്ര പ്രൈം ടൈം ചർച്ചകളുണ്ടായി? പൂക്കിയുടെ കണ്ണെറുക്കൽ മാഹാത്മ്യ വർണ്ണനകൾക്കിടെ ദളിതരുടെ രോദനത്തിന് എന്തു വാർത്താമൂല്യം?
ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. മുൻകാലങ്ങളിലെല്ലാം അവരെ നിരനിരയായി കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അവർക്കൊപ്പം ഉറച്ചു നിന്ന് ചെറുത്തത് ഇടതുപക്ഷമാണ്. ഇനിയും ആ മനുഷ്യർക്കൊപ്പം ഇടതുപക്ഷം ഉണ്ടാകും. അവരെ പോലെ അനീതി നേരിടുന്നവർക്കെല്ലാം ഒപ്പം തെരുവിലും സമരമുഖത്തും ഇടതുപക്ഷം ഉണ്ടാകുമെന്നാണ് MP രാജേഷ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഭരണമൊന്നും വേണ്ട, ജനങ്ങൾക്കൊപ്പം നിൽക്കാനെന്ന് കാണിച്ചു തരികയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുമ്പ് ഇവിടെ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ, ഒരു ജനകീയ പ്രശ്നത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് UDF-ന്റെ നേതാക്കളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടാകില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി ചിരി ഫിറ്റ് ചെയ്ത് ജനങ്ങളുടെ വോട്ട് മേടിക്കാൻ പല രീതിയിലുള്ള ഗ്യാരണ്ടി പേപ്പറുമായിട്ട് ഇറങ്ങുന്ന ഒരു വിഭാഗമാണ് UDF-കാർ. എന്തായാലും ഇത്തവണ ഒരു ചേഞ്ച് ആഗ്രഹിച്ചപ്പോൾ വല്ലാത്തൊരു ചേഞ്ചിലാണ് കേരളത്തിലെ മലയാളികൾ വീണതെന്ന് പറയാതെ വയ്യ. നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാധ്യമം പോലും ഒരു അന്തിച്ചർച്ച പോലും നടത്തുന്നില്ല എന്നുള്ളതാണ്. റിപ്പോർട്ടർ ചാനലാണല്ലോ ഈ പലപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ പിടിക്കുന്നത്. എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ പോലും ഒരു അന്തിച്ചർച്ച നടത്താത്തത്? കാരണം റിപ്പോർട്ടർ ചാനൽ നടത്താത്തതിന് ഒരു കാരണമുണ്ട്. ഈ മണ്ഡലത്തിലെ MLA-യുടെ പേരെന്താണ്? VP സജീന്ദ്രൻ എന്നാണ്. VP സജീന്ദ്രന്റെ ഭാര്യ ആരാണ്? ലേബി സജീന്ദ്രനാണ്. ഈ ലേബി സജീന്ദ്രൻ ആരാണ്? റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടറാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് റിപ്പോർട്ടർ ചാനൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീന്ദ്രനെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ UDF-നെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു അന്തിച്ചർച്ച നടത്തുക? അങ്ങനെ അന്തിച്ചർച്ചയൊക്കെ നടത്തിയിട്ട് പണിയാവില്ലേ? അപ്പൊ അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലൊക്കെ ഒരു ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുക. അതാണ് നമ്മളിപ്പോൾ റിപ്പോർട്ടർ ചാനലിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തോ ആകട്ടെ, അതൊക്കെ മാധ്യമങ്ങളുടെ പല രീതിയിലുള്ള രാഷ്ട്രീയം, ഇരട്ടത്താപ്പ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തോ ആകട്ടെ, അതിലൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ വിഷയം ഏറെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. സതീശന്റെ ഗവൺമെന്റ് വരുമ്പോൾ പാവങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നു എന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ നാട്ടിൽ ഒരു പാവപ്പെട്ടവനും ഒരു രീതിയിലും ഒരു അതിക്രമവും നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷെ ദാ ഇപ്പോൾ ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് 4 ദിവസം കഴിയുമ്പോൾ തന്നെ ജീവിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം, അതും മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ തന്നെ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവിടെ ഇപ്പോഴും എന്താണ് സഖാക്കൾ പറയുന്നത്? നിങ്ങൾ ഇവര് തടയാൻ വരുമ്പോൾ ഒന്ന് മുന്നിൽ നിൽക്കൂ എന്ന് പറയുകയാണ്. നിങ്ങൾ മുന്നിൽ നിൽക്കൂ എന്ന് പറയുകയാണ്. പക്ഷെ ഇല്ല, ഞങ്ങൾ മുന്നിലൊന്നും നിൽക്കുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ മുന്നിൽ നിൽക്കാത്തത്? എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ നിങ്ങൾ ആ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിക്കാത്തത് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജനങ്ങൾ എല്ലാവരും ഒന്നടക്കം ചോദിക്കുകയാണ്. മാത്രവുമല്ല, VD സതീശൻ എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രി ഒന്ന് അവിടം വരെ, ഈ സമയം വരെ ഒന്ന് പോയിട്ടുണ്ടോ? എന്താണ് പോകാത്തത്? അല്ലെങ്കിൽ അവിടെ ഒന്ന് ആരെങ്കിലേക്ക് ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ അവർക്ക് എന്തൊരു സന്തോഷമാകും? അതൊന്നും നമ്മുടെ VD സതീശൻ ചെയ്തിട്ടില്ല. പക്ഷെ VD സതീശൻ ഒരുപാട് പോസ്റ്റുകൾ തന്റെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് കേട്ടോ. പൂക്കിയായിട്ട് നടക്കുന്ന നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി, അങ്ങനെ പല പൂക്കി വീഡിയോകളൊക്കെ ഇട്ട് ഞാൻ നല്ലൊരു പൂക്കിയാണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ആകട്ടെ, പക്ഷെ ഈ പൂക്കിത്തരത്തിനിടയിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഒന്ന് ഇടപെടാനും മുഖ്യമന്ത്രി സമയം കണ്ടെത്തണമെന്ന് പറഞ്ഞു വെക്കുകയാണ്. കേവലം ഒരു റീൽസിൽ മാത്രം കറങ്ങി നടക്കുന്ന, അല്ലെങ്കിൽ റീൽസിൽ മാത്രം താരമാകുന്ന ഒരു മുഖ്യമന്ത്രിയല്ല കേരളത്തിന് ആവശ്യം. കേരളത്തിന് ആവശ്യം ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെടുന്ന, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ മുമ്പിൽ വന്നു നിന്ന് ആ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ആവശ്യം. അതിനുവേണ്ടിയാണ് അങ്ങയുടെ പാർട്ടിയെ ജനങ്ങൾ ജയിപ്പിച്ച് ഈ 102 MLA-മാരെ ഒക്കെ ജയിപ്പിച്ച് അങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന സർക്കാർ മോശമായത് കൊണ്ടൊന്നും അല്ല ഈ കഴിഞ്ഞ തവണ ജനങ്ങൾ അവരെ താഴെ ഇറക്കിയത്. ഒരു ചേഞ്ച് ആഗ്രഹിച്ചു. പക്ഷെ ആ ചേഞ്ച് ഒരു വല്ലാത്ത ചേഞ്ച് ആയി പോയി. എന്തായാലും ഈ 5 വർഷം ജനങ്ങളെ മടിപ്പിക്കരുതേ എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.